പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 27ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഇന്നലെ സീറോ മലബാർ സഭയിലെ കുർബാന ആരംഭിക്കുമ്പോൾ നാം ആലപിക്കുന്ന ഗാനം, കാർമ്മികൻ ആലപിക്കുന്ന ഗാനമാണ് നാം ഇന്നലെ ധ്യാനിച്ചത്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോട് ഈ ബലിയർപ്പിക്കാം. വൈദികനും സഹായികളും കൂടി അൾത്താരയിലേക്ക് വരുമ്പോൾ ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കണമെന്നും ഈശോയെന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ രക്ഷകൻ വരുമെന്നറിഞ്ഞ് എത്രമാത്രം ഒരുങ്ങിയോ അത്രമാത്രം ഒരുക്കത്തോടും ദാഹത്തോടും കൂടി കാത്തിരിക്കണമെന്നുമാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈശോയാണ് ഈ കുർബാനയ്ക്കായി നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്. കൽപ്പനാനുസ്മരണം എന്ന് പറയുമ്പോൾ ഈശോ നടത്തിയ കൽപ്പനയുടെ അനുസ്മരണമാണ് ഓരോ കുർബാനയിലും നടക്കുന്നത് എന്നുകൂടി നാം പറഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ മറുപടി ഗാനം ജനം ആലപിക്കുന്നത് ഇങ്ങനെയാണ്: അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. എത്ര അർത്ഥപൂർണമായ വരികളാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നു, ഈ കുർബാനയിലേക്ക് ഞാനാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഒരിക്കൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കുർബാന ഈ ഭൂമിയിലെ ഏതെങ്കിലും അൾത്താരയിൽ അർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ അൾത്താര എന്ന് പറയുന്ന ആലങ്കാരിക ഭാഷയാണ്, ഇതേ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഹൃദയമാകുന്ന അൾത്താരകളിലും ആണ് നാം ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ഹൃദയമാകുന്ന ബലിപീഠം നാം മനോഹരമായിട്ട് അണിയിച്ചൊരുക്കണമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഏലിയ തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം: അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. അപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന അൾത്താരയിൽ തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാകുന്ന ബലിപീഠത്തിൽ അസൂയ, വിദ്വേഷം, സ്നേഹശൂന്യത, ജഡാസക്തി, ധനാസക്തി ഒക്കെ ഉണ്ടെങ്കിൽ ആ ബലിപീഠം തകർന്നാണ് കിടക്കുന്നത്. അത് സ്നേഹത്തിൻ്റെ കണ്ണികൾ കൊണ്ട് കൂട്ടി വിളക്കി മാത്രമേ നമുക്ക് ബലിയർപ്പിക്കുവാൻ അവകാശമുള്ളൂ എന്നാണ് ഇത് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ 1-2 ക്ലാസ്സിൽ ദീർഘമായിട്ട് പറഞ്ഞതാണ് ഈ അനുരഞ്ജിതരായി തീർന്നിടാം എന്ന ആ വരികളുടെ അർത്ഥം. അനുരഞ്ജനം കൂടാതെ ഒരിക്കലും കുർബാനയ്ക്കായിട്ട് നാം വരരുത്. എങ്കിലും ഒരിക്കൽ കൂടി ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, അനുരഞ്ജനം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള അനുരഞ്ജനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സഹോദരങ്ങളോടുള്ള അനുരഞ്ജനത്തെക്കുറിച്ച് മാത്രമാണ് ഞാനെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ അത് അനുതാപത്തോടുകൂടി ഒന്ന് ഓർത്തെടുക്കണം. ദൈവത്തെ മറന്ന് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? സഹോദരങ്ങളോടുള്ള അനുരഞ്ജനവും പ്രധാനമാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകിയാണെന്നും അടുത്ത് നിൽക്കുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കുമെന്നും യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കണം. 3-ാമത് ഒരു അനുരഞ്ജനം എന്ന് പറയുന്നത് എന്നോട് തന്നെയുള്ള അനുരഞ്ജനമാണ്. 1 ദൈവത്തോട്, 2 സഹോദരങ്ങളോട്, 3 എന്നോട് തന്നെ. എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമുക്ക് കുറവുകളുണ്ടായി. ദൈവം പാപം ക്ഷമിച്ചിട്ടും പിന്നെ കുറ്റബോധവുമായിട്ട് നമ്മൾ ഒരിക്കലും നടക്കരുത്. ആനന്ദത്തോടുകൂടി വേണം എല്ലാ പാപങ്ങളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുതാപത്തോടൊന്ന് ഓർത്താൽ തന്നെ ആ പാപങ്ങൾ മോചിക്കുന്ന കരുണാമയനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം. 4-ാമത് പ്രപഞ്ചത്തോടുള്ള അനുരഞ്ജനമുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ഭൂമി കഠിനമായെന്നും മുള്ളുകളും മുൾച്ചെടികളും അവിടെ മുളച്ചുവെന്നുമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂമി അതിനു മുൻപ് മനോഹരമായിരുന്നു. പാപം ചെയ്തപ്പോഴാണ് ആ മനോഹാരിത നഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തോട് അനുരഞ്ജനപ്പെടുക എന്ന് പറയുമ്പോൾ പ്രായോഗികമായിട്ട് ഞാൻ 1-2 കാര്യം പറയാം. നമ്മൾ കുർബാനയ്ക്കായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ നടന്ന് ക്ഷീണിച്ചു വരുമ്പോൾ നല്ല ചൂടുണ്ടാകും. ഉടൻ ആ ചൂട് പരാതികൾ കൂടാതെ സമർപ്പിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ തണുപ്പുണ്ടാകും.
അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പള്ളിയിൽ കരണ്ട് പോയി ഫാനില്ല, അപ്പോൾ ഒന്നും നമ്മൾ അസ്വസ്ഥരാകരുത്. മറിച്ച് അതെല്ലാം നമ്മൾ കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് നല്ല അനുരഞ്ജനമാണ്. പിന്നെ ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ അനുരഞ്ജനപ്പെടണം. എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ അതെല്ലാം ഹൃദയമാകുന്ന അൾത്താരയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. അവസാനമായിട്ട് സഭയോടും സമൂഹത്തോടും, സഭയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും, സമൂഹത്തിലും വേദനകളുണ്ടാകും. ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഈ ബലിയർപ്പകനായ മിശിഹ ബലിയർപ്പിക്കാനായി നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ദൈവത്തോട്, സഹോദരങ്ങളോട്, എന്നോട് തന്നെ, പ്രപഞ്ചത്തോട്, ജീവിത സാഹചര്യങ്ങളോട്, സഭയോട്, ഇത്രയുമൊക്കെ നേരെയാകുമ്പോഴാണ് ഈ അനുരഞ്ജനം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ഒരു പുതിയ പീഠം നമ്മൾ ഒരുക്കുന്നത്. ഓർമ്മിക്കണം, നമ്മൾ വെറുതെ മനസ്സിലേക്ക് ഓർത്താൽ മതി. ഈ അൾത്താരയുടെ ചുറ്റും കോടാനുകൂടി മാലാഖമാരുണ്ട്. ഒരു മിസ്റ്റിക്ക് പറയുന്ന തിരി തെളിക്കുന്നത് കന്യകാമറിയമാണെന്നാണ്. ശരിയാണ്, കപ്പ്യാരാണ് തിരി തെളിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സ്വർഗത്തിലും ഭൂമിയിലുമായിട്ടാണ് നിൽക്കുന്നത്. ഫ്രാൻസിസ് അസീസി ചെയ്തതുപോലെ ഒരു കാൽ ഈ ഭൂമിയിൽ പതിക്കുമ്പോഴും സ്വർഗത്തിലേക്ക് ആണ് എപ്പോഴും പാദങ്ങൾ എടുത്തു വെക്കുന്നത്. ജോൺ പാപ്പ പറയുന്നത് ഓർക്കുക, ഇത് വിശുദ്ധ മണിക്കൂറാണ്, ലോകരക്ഷയുടെ മണിക്കൂറാണ്. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ സ്ഥാനത്ത്, ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക് ഇതാ വൈദികൻ കടന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഹൃദയം കൊണ്ട് ക്ഷമിക്കുവാൻ, നമ്മളിവിടെ പറയുന്നതിനാണ് ഗുരുവിൻ സ്നേഹമോട് ഈ യാഗം. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈശോ ശത്രുക്കളെ ഹൃദയം കൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇഷ്ടമുള്ളവരെയല്ല, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാനായിട്ട് തയ്യാറാകണം. ഊനമറ്റ കുഞ്ഞാടിനെയാണ് ബലിയർപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഹൃദയത്തിൽ ബലിപീഠം പണിയുവാനായിട്ട് നാം ശ്രമിക്കുക. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷമാണ് അത്യുന്നതമാം എന്ന ഗാനം, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. അപ്പോൾ അത് 3 പ്രാവശ്യം ചൊല്ലണം. അതിൻ്റെ ചിലപ്പോഴൊക്കെ ചില പള്ളികളിലൊക്കെ ഒന്ന് ചെല്ലുന്നുള്ളതായിരിക്കും. നിങ്ങളതെല്ലാം അസ്വസ്ഥരാകരുത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഓരോ പള്ളിയിലെയും വികാരിയച്ഛന്മാരുടെ അതോടുകൂടി അവരുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ അത്യുന്നതങ്ങൾ ഇനി നമ്മൾ ഓർമ്മിക്കുക, കുർബാന തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ഈശോയുടെ ജനനം മുതൽ മരണം വരെയുള്ള ആ രക്ഷാകര സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകണം. ഒരു നിമിഷം എങ്കിലും അച്ഛൻ അത്യുന്നതങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ചെല്ലുന്നത്. എൻ്റെ പള്ളിയിൽ 3 ചെല്ലുന്നത്. എൻ്റെ കാരണം ആ 3 പ്രാവശ്യം ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ അൾത്താരയുടെ ചുറ്റും മാലാഖമാര് ഈശോയുടെ ജനനാവസരത്തിൽ ആലപിച്ച ആ സ്വർഗീയ ഗാനങ്ങൾ ഒരു നിമിഷമെങ്കിലും ഓർക്കുവാൻ കഴിയണം. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യം മുഴുവൻ നമ്മളെ സ്മരിക്കുകയാണ്. മാലാഖമാരുടെ കീർത്തനങ്ങൾ, അവരോടും ആട്ടിടയരോടും രാജാക്കന്മാരോടും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മളും ജീവിതഭാരങ്ങൾ സമർപ്പിക്കുകയാണ്. അവർക്കുണ്ടായിരുന്ന ആ എളിയ മനസ്സ്, അവർക്ക് അറിവില്ലായിരുന്നു, പക്ഷെ ആ എളിയ മനസ്സ്, ആ വിനീതമായ മനസ്സ് അവിടെ സമർപ്പിച്ചു. ആട്ടിടയന്റെ മനസ്സ് കർത്താവേ ഞങ്ങൾക്ക് തരണമേ. ബുദ്ധിയാൽ നയിക്കപ്പെടുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കോടാനുകോടി മാലാഖമാർ നിന്നുകൊണ്ടാണ് ഈ കീർത്തനങ്ങൾ ആലപിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ് ഇത്? അവർക്ക് മാലാഖാമ അല്ലെങ്കിൽ സ്വർഗീയ വൃന്ദങ്ങളൊക്കെ ഉണ്ട്, വിശുദ്ധാത്മാക്കളൊക്കെ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ തക്സ അല്ലെങ്കിൽ കുർബാനയുടെ പ്രാർത്ഥന തയ്യാറാക്കിയപ്പോൾ അനേകം മിസ്റ്റിക്കൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ പിതാക്കന്മാര് എങ്ങനെയാണ് എഴുതി വെച്ചത്? കൂദാശാവചനങ്ങൾക്ക് ശേഷം ശുശ്രൂഷ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയ സിംഹാസനത്തിനു മുൻപിൽ ശ്രാപ്പേന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസിയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. എല്ലാ പള്ളികളിലും ഈ പ്രാർത്ഥന മുഴുവൻ ചെല്ലാറില്ല. മിക്ക പള്ളികളിലും ആ ശുശ്രൂഷ ചെല്ലുന്നത് ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ എന്നാണ്. സത്യത്തിൽ അതിന് ഈ ഒരു
പ്രാർത്ഥന കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോയുടെ ജനനത്തിലൂടെ മനുഷ്യരിലേക്ക് സൗജന്യമായി വർഷിക്കപ്പെട്ട ആ പുത്രസ്വീകാര്യത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്, അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നുവെന്നുള്ള ഒരു ബോധ്യം ഈ ഭൂമിയിലെ ഈ ഭൗതിക ലോകത്തിൽ ഭൗമിക സാഹചര്യങ്ങളിൽ നാം അർപ്പിക്കുന്ന ആരാധന സ്വർഗീയ വൃന്ദങ്ങളോട് കൂടി ചേർന്ന് അർപ്പിക്കുമ്പോൾ അത് സ്വർഗത്തിലെ ആരാധനയായിട്ട് മാറുകയാണ്. കഴിയുമെങ്കിൽ 3 വട്ടം ചൊല്ലുന്നത്, അത് നമ്മുടെ കുർബാനയ്ക്കകത്തൊക്കെ ചെല്ലുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആത്മീയ അനുഭവം നിറയുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു അഭിഷേകം നിറയുന്നതിന് വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഈ മക്കളോട് പങ്കുവെക്കുകയായിരുന്നു. കർത്താവെ, കുർബാനയെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്നിട്ട് ചിരിച്ചോര കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. അവരുടെ കുടുംബങ്ങളെയും കുടുംബ സാഹചര്യങ്ങളെയും അവരുടെ ലോക്കൽ കമ്മ്യൂണിറ്റികളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും യേശു പിതാവിൻ്റെ അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.